ഇപ്പം ട്രേഡിങ്ങിലെ 4ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ട്രെൻഡ് ലൈനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ട്രെൻഡ് ലൈൻ എന്താണെന്നുള്ളത്, ട്രെൻഡ് ലൈൻ ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതും, നമുക്ക് എങ്ങനെയൊക്കെ മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈൻ വെച്ച് നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാനുള്ള വ്യൂ തരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം ഈ ചാനൽ സബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ട്രെൻഡ് ലൈൻ എന്താണെന്നും ട്രെൻഡ് ലൈൻ എങ്ങനെയൊക്കെയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം കഴിഞ്ഞ വീഡിയോ ഞാൻ സപ്പോർട്ട്, റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ ലോവർ ഹൈ, ലോവർ ലോ, ഹൈഹർ ഹൈ, ഹൈഹർ ലോ, അപ്പം ആ രണ്ട് രീതിയിൽ ചെയ്യുന്ന എങ്ങനെ പ്ലാൻ ചെയ്യുക എന്നുള്ള 2 സ്ട്രാറ്റജി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അത് കണ്ടിട്ട് വരികയാണെങ്കിൽ കുറച്ചുകൂടെ സപ്പോർട്ടും റെസിസ്റ്റൻസ് എന്താണെന്നുള്ളത് കുറച്ചുകൂടെ മനസ്സിലാകും. അപ്പം ഇതിനകത്ത് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ട്രെൻഡ് ലൈൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടില്ലേ, ഇതിപ്പം ഈ ഏരിയ അല്ല എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ഹൈ വെച്ച്, ലോ വെച്ച്, ഹൈ വെച്ച് ഇങ്ങനെ പോകുന്ന മാർക്കറ്റ്. അപ്പം ഈ ഒരു മാർക്കറ്റ്, ഈ ഒരു ബൈയും പ്രഷറിൽ നിൽക്കുന്ന മാർക്കറ്റ് സെല്ലിങ്ങിലോട്ട് വന്നിട്ട് പിന്നെ ബൈയിങ് സൈഡിലോട്ട് പോകുമ്പം എന്താണ് നമ്മൾ ചെയ്യുന്നത്, ഈ ഒരു ഏരിയയും ഈ ഒരു ഏരിയയും കൂടെ കണക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കും. ഇപ്പോൾ 2ാമത്തെ ടച്ച്, അപ്പം ഈ ഒരു ഏരിയ, ഈ ഒരു ഏരിയ, ഈ ഒരു ഏരിയ, ഈ ആദ്യത്തെ മൂവ്മെൻറ്റ് കഴിഞ്ഞ് 2ാമത്തെ ടച്ച് വരുമ്പോൾ നമുക്ക് എന്തോ ചെയ്യാം, ഇവിടുന്ന് ഇവിടോട്ട് ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ട് ഇങ്ങോട്ട് വരച്ച് നോക്കാം. കാര്യം എന്താണെന്നറിയോ, ഈ 2 ടച്ച് വന്നു കഴിഞ്ഞാൽ 3ാമത്തെ ടച്ച് വരാനുള്ള ചാൻസ് 99% കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് നോക്കി വെച്ചിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് വേണമെങ്കിൽ എൻട്രി പ്ലാൻ ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം ഈ റെസിസ്റ്റൻസ് ഏരിയ പോലെ തന്നെ നമുക്ക് സപ്പോർട്ട് ഏരിയയിലും അത് കണക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഹൈ വെച്ച്, ലോ വെച്ച്, അപ്പം ഈ ലോയിൽ വരുമ്പം ഈ ലോ കഴിഞ്ഞ് 2ാമത്തെ ലോയിലോട്ട് വരുമ്പം, അപ്പം ഇതിപ്പോൾ ഒരു ലോ ആണ്, 2ാമത്തെ ടച്ച് വരുമ്പോഴത്തേക്ക്, ഓക്കെ, 2ാമത്തെ ടച്ച് വന്നു, ഒരു ടച്ച് വന്ന് 2ാമത്തെ ടച്ച് വന്ന് 3ാമത്തെ ടച്ച് ആകുമ്പോഴത്തേക്ക് അതിൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റും. കാര്യം 3ാമത്തെ ടച്ചിൽ ഏറ്റവും കൂടുതൽ ആക്ട് ചെയ്യും ഒരു രീതി വെച്ചിട്ട് വർഷങ്ങളായിട്ട് ചെയ്തുള്ള പ്രാക്ടീസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ തന്നെയാണ് മാർക്കറ്റിൽ ഇത് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ടാണ് അടുത്ത ഈ 3 ടച്ചും കഴിഞ്ഞ് 4ാമത്തെ ടച്ച് ചില സമയങ്ങളിൽ ആക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ട് ഇറങ്ങി പോരാം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേ കണക്ക് തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിലും വരുന്നത്. ഈ ഒരു ഏരിയയിൽ വരുമ്പോഴത്തേക്ക് എന്താണ് സംഭവിച്ചത്, ട്രെൻഡ് ലൈൻ ഇപ്പം ഈ ഒരു ഏരിയ ഇവരുടെ ടച്ച് വന്ന്, അതായത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ, അവിടുന്ന് ഈ റെസിസ്റ്റൻസ് ഏരിയയിലോട്ട് പിന്നെ മാർക്കറ്റ് വരാതെ ഈ ഒരു ഏരിയയിലോട്ട് വരികയാണെങ്കിൽ, അതായത് ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്, അവിടുന്ന് നമ്മൾ ലൈൻ ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഏരിയയിലോട്ട് വരാതെ ഈ ഒരു ഏരിയയിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് അത് 2ാമത്തെ ടച്ചാണ് അല്ലേ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഇതൊരു ബൈയിങ് പ്രഷർ, ഇവിടുന്ന് മാർക്കറ്റ് ബൈയിങ്ങിൽ പ്രഷറിൽ വന്ന മാർക്കറ്റ് ഇവിടെ വന്ന് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത് ഈ ഒരു ഏരിയയിലോട്ട് പിന്നെ റെസിസ്റ്റൻസ് ആവാം, തൊട്ട് താഴെ വന്ന് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുവാണെങ്കിൽ അവിടെ 2ാമത്തെ ടച്ചായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും. 2ാമത്തെ ടച്ച്, ഓക്കെ, 2ാമത്തെ ടച്ച്. അപ്പോൾ 2ാമത്തെ ടച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് 3ാമത്തെ ടച്ചിൽ വേണ്ടി വരച്ച് നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പം ഈ ഒരു ടച്ച് വരുന്നില്ല, 2ാമത്തെ ടച്ച് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ വരച്ച് ഇങ്ങോട്ട് കണക്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ താഴെ അത് കണക്ക്, താഴെ നമുക്ക് പിന്നെ ഇതൊരു റെസിസ്റ്റൻസ് ഏരിയയാണ്, സപ്പോർട്ട് ഏരിയയാണ്. സപ്പോർട്ട് ഏരിയയിൽ വന്ന് കറക്റ്റായിട്ട് വന്ന് ആക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. പിന്നെ എന്താണ് മാർക്കറ്റ് സംഭവിച്ചത്, ഈ ഒരു ഏരിയ വന്നിട്ട് അത് ബ്രേക്ക് ഔട്ടായിട്ട് താഴെ പോയി. ഓക്കെ, അപ്പോൾ അത് ചാർട്ടിൽ എങ്ങനെ ഈ ട്രെൻഡ് ലൈൻ എത്രത്തോളം ആക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ഇപ്പം ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഈ ഹൈ ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ
ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഈ ഒരു രീതിയിൽ നമുക്ക് വരച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ഏരിയയിൽ എന്താണ് കാണാൻ പറ്റുന്നത് എന്ന് പറയാമോ? ഇപ്പം എന്താ ഈ കാണുന്ന ഒരു ഏരിയ, എന്താണ് ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റുന്നത്? അത് നമുക്ക് സൂക്ഷ്മതയോടെ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഏരിയ, ഇത് നല്ലൊരു സപ്പോർട്ട് ഏരിയ, ഇതൊരു സപ്പോർട്ട് ഏരിയ. ഓക്കെ, ഈ സപ്പോർട്ട് ഏരിയയിൽ മാർക്കറ്റ് വന്നില്ല. സാധാരണ വരികയാണെങ്കിൽ ഇവിടെ നമുക്കൊരു സപ്പോർട്ട് ചുമ്മാ വരച്ചിട്ടേക്കാം. വന്നില്ല അല്ലേ? ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോഴല്ലേ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യേണ്ടത് അല്ലേ? അപ്പം അതിന് പകരം ഈ ഒരു ഏരിയയിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തില്ല, മറിച്ച് ആ ഒരു ഏരിയ അടുത്ത് വരുന്നവരെ കാണിച്ചിട്ട് മാർക്കറ്റ് പിന്നെ ബൈയിങ്ങിലോട്ട് കയറിപ്പോയി. അപ്പം ആ ഒരു ഏരിയ നമുക്ക് ട്രെൻഡ് ലൈൻ നമുക്ക് വരച്ച് നോക്കുമ്പോൾ എങ്ങനെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണ്. ഇവിടെ നമ്മൾ കണ്ട നമ്മൾ വരച്ച്, അപ്പം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കണ്ട ഈ ഒരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു. ആ സപ്പോർട്ട് ഏരിയന് അടുത്ത ടച്ച് എന്ന് പറയുന്നത് ഇവിടെ അല്ലേ? ഈ രണ്ട് ടച്ച് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു ടച്ച് രണ്ടാമത്തെ ടച്ച്, ഈ രണ്ട് ടച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വര ഇതിലോട്ട് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ അവിടെ ആക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചാർട്ടിൽ വരച്ച് നോക്കിയാൽ മാത്രമേ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഈ ഒരു ടച്ച്, ഇതെല്ലാം ഒരു സപ്പോർട്ട് ഏരിയ ആണ്. സപ്പോർട്ട് ഏരിയയിൽ സപ്പോർട്ട് ഏരിയയിൽ വരാതെ തൊട്ട് മുകളിൽ വന്നിട്ട് ആക്ട് ചെയ്തിട്ട് കയറി പോവുകയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ തൊട്ട് മേളിൽ നമുക്ക് ഒന്ന് വരച്ച് നോക്കുവാണെങ്കിൽ, ട്രെൻഡ് ലൈൻ വരച്ച് നോക്കുവാണെങ്കിൽ ആക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. എന്താണ് അവിടെ നടന്നത് എന്ന് നോക്കാം. നമുക്കൊരു ടച്ച് കിട്ടിയാൽ മതി. അതായത് ഈ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്ത് റെസിസ്റ്റൻസിലോട്ട് വന്നതിന് ശേഷം ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് താഴോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയും കൂടെ നമുക്ക് കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരു ലൈൻ വരച്ചിടാം. അപ്പോൾ ലൈൻ വരച്ചിടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് ഈ ഒരു ഏരിയയെ ടച്ച് ചെയ്തിട്ട് ഉണ്ടോ ഈ ഒരു ഏരിയ, ഈ ഒരു ഏരിയ, ഈ ഒരു ഏരിയ. ഓക്കെ, പിന്നെ എന്താ സംഭവിച്ചത്? ഈ മൂന്ന് ഏരിയയും കണക്റ്റ് ആയതിനു ശേഷം പിന്നെ ഈ ഏരിയയിലോട്ട് വന്നപ്പോഴത്തേക്ക് മാർക്കറ്റിന് എന്താ സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. പിന്നെ അത് ബ്രേക്ക് ചെയ്യുകയാണ് ഉണ്ടായതല്ലേ? അതിനുശേഷം മാർക്കറ്റ് ഒരു ഹൈ വെച്ച് ലോ വെച്ച് കണ്ട ആ ഭാഗം ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ ഒരു സപ്പോർട്ട് എടുത്ത്. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയയെ ബ്രേക്ക് ചെയ്യുകയാണ് ഇവിടെ ഉണ്ടായത്. മൂന്നാമത്തെ ടച്ച് മാക്സിമം സപ്പോർട്ട് ആക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നാലാമത്തേക്ക് ആകുമ്പോഴത്തേക്ക് പല ഏരിയയിലും ആക്ട് ചെയ്യാറുണ്ട്. പിന്നെ ചിലപ്പോൾ ആണ് ഇത് ബ്രേക്ക് ചെയ്ത് പോകാറുള്ളത്. അത് അവിടുത്തെ ഒരു സൈക്കോളജി അനുസരിച്ചിരിക്കും ആ ഒരു മാർക്കറ്റ് എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, ഇതുപോലെ തന്നെയാണ് 1 അവറിൽ. 1 അവറിൽ നമുക്ക് എന്താണ് കിട്ടിയത്? 1 അവർ കണ്ട 1 അവർ ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കിയപ്പോഴും കറക്റ്റായിട്ട് തന്നെ കണ്ട ഈ ഒരു ഏരിയ, ഈ ഒരു ഏരിയ, ഈ ഒരു ഏരിയ. അപ്പം ടൈം ഫ്രെയിം നമുക്ക് ഹൈ ടൈം ഫ്രെയിമിൽ 5 മിനിറ്റ് ആയാലും 1 അവറിലായാലും അപ്പം ഡെയിലി ടൈം ഫ്രെയിമിലായാലും വീക്കിലിയിലായാലും ഇതിലായാലും നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് നോക്കി വെച്ചേക്കും നല്ലതായിരിക്കും. അപ്പോൾ ഇത് കണ്ടിട്ട്, ഈ വീഡിയോ കണ്ടിട്ട് ഇത് മാത്രം നോക്കിയിട്ട് പോകരുത്. കാര്യം വേറെ ഓരോ ചാർട്ടിലും നമ്മൾ ഇങ്ങനെ വരച്ച് നോക്കിയാൽ ഇത് ഏകദേശം മനസ്സിലാകത്തുള്ളൂ. അപ്പം പല ഏരിയയിലും ഈ ട്രെൻഡ് ലൈൻ എത്രത്തോളം കണക്റ്റ് ആവുന്നുണ്ട് എന്ന് നമ്മൾ ഇപ്പോൾ 5 മിനിറ്റിലാണെങ്കിൽ പോലും പല ഏരിയയിലും നമ്മൾ വരച്ച് നോക്കുമ്പം കാണാൻ പറ്റും ട്രെൻഡ് ലൈൻ ആക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പം ഇപ്പം ഇവിടെ വല്ല നമുക്ക് ട്രെൻഡ് ലൈൻ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഈ ഏരിയയിൽ ഇത്രയും വലിയൊരു ഏരിയ ഉണ്ട്. ഈ ഒരു ഏരിയയിൽ എങ്ങനെയാണ് ട്രെൻഡ് ലൈൻ ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം അത് കറക്റ്റ് അറിയണമെങ്കിൽ വരച്ച് നോക്കണം. എങ്ങനെ വരയ്ക്കാം? ഇപ്പം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ
ഇവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ നമുക്ക് വരച്ച് ചെയ്യാണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു ഏരിയ നോക്കേ, ഞാനിപ്പം വരച്ച് കാണിക്കാം. ഈ ഒരു ഏരിയയിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഏരിയ വരയ്ക്കുകയാണെങ്കിൽ, ഓക്കെ, വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ എന്താണ് സംഭവിച്ചത്? മാർക്കറ്റ് ഈ ഒരു ടച്ച് വന്ന്, രണ്ടാമത്തെ ടച്ച് വന്ന്, ഓക്കെ, ആ ഒരു ടച്ചിൽ കണ്ട ഈ ഒരു ഏരിയ അപ്പം ഈ ഒരു ചിലപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് അടുത്ത് വന്നിട്ട് പോവാം, ചിലപ്പം ആ ഗ്രീൻ റെഡ് ക്യാൻഡിൽ ഒന്ന് താഴോട്ടൊന്ന് ആക്ട് ചെറുതായിട്ട് കാണിച്ചിട്ട് ഗ്രീൻ ക്യാൻഡിൽ നല്ല പ്രഷറിൽ കയറി പോവാം. അപ്പം ടച്ച് കിട്ടണം നമുക്ക് കറക്റ്റായിട്ട്. അപ്പോൾ ഈ ഏരിയയിലെല്ലാം കറക്റ്റ് ആ ട്രെൻഡ് ലൈൻ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളൊരു സപ്പോർട്ട് ഏരിയയിൽ വന്നില്ല എന്ന് വെച്ചിട്ട് നമുക്ക് ട്രേഡ് നഷ്ടപ്പെടുന്നില്ല, മറിച്ച് തൊട്ട് മുകളിലുള്ള ഏരിയ വരുമ്പോൾ എല്ലാം ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടോ, അതായത് ട്രെൻഡ് ലൈനിന് കറക്റ്റായിട്ട് ആക്ട് ആവുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ചത് ജോയിൻ ആയിട്ടുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ ഈ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഏരിയയിലെല്ലാം കറക്റ്റായിട്ട് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം ഈ ഒരു ഏരിയയിലോട്ട് വന്നപ്പോൾ എന്താണ് മാർക്കറ്റിന് സംഭവിച്ചത്? ഈ ഒരു ഏരിയയിലോട്ട് വന്നപ്പോഴും മാർക്കറ്റ് എന്താ സംഭവിച്ചത്? ഈ ഒരു ഏരിയ വന്ന് അത് കണക്ട് ചെയ്ത് ബ്രേക്ക് ചെയ്ത്, അപ്പം ഈ ഒരു ഏരിയയിൽ വന്നപ്പോഴും ബ്രേക്ക് ഔട്ടായിട്ട് പിന്നെ ഈ ഒരു ഏരിയയിൽ വന്ന് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോയത്. ഓക്കെ, അപ്പം ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഓരോ ഏരിയയിൽ നമുക്ക് ഇങ്ങനെ കണക്റ്റ് ആകാൻ എത്രത്തോളം ഏരിയ നമുക്ക് കണക്ട് ചെയ്ത് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമോ ആ ഏരിയ എല്ലാം നമ്മളിങ്ങനെ മാർക്കറ്റിൽ നോക്കി അനലൈസ് ചെയ്ത് ഇങ്ങനെ നോക്കി പോകണം. ഇപ്പം ഈ ഒരു ഏരിയയിൽ കണ്ടോ, ഇപ്പോൾ ഒരു സപ്പോർട്ട് ഏരിയ. അപ്പോൾ ഇവിടെ നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ ഇപ്പം ലൈവിൽ കിടക്കുന്ന ലൈവിലുള്ള മാർക്കറ്റ് എങ്ങനെയാണ് ഇത് കണക്റ്റ് ആവുന്നതെന്ന് നോക്കാം. കണ്ടോ, എത്ര ഇതായിട്ടാണ് സിമ്പിളായിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്ന് നോക്കേ. കണ്ട, മാർക്കറ്റ് ഇങ്ങനെ ഓരോ രീതി, ഇപ്പം ലൈവിലുള്ള മാർക്കറ്റ്, ലൈവ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇവിടെ വെച്ചാണ് മാർക്കറ്റ് സ്റ്റോപ്പായത്. അപ്പം ആ ഒരു മാർക്കറ്റിൽ പോലും എങ്ങനെ അത് ആക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പിന്നെ അത് പ്രധാനം. ഓക്കെ, കണ്ട ഈ ഒരു ഏരിയ. അപ്പം ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാകാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോ നമുക്ക് ഇത് തന്നെ ചിലപ്പം ഈ ഒരു ഏരിയ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും, ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, അപ്പം താങ്ക് യു.